ഫ്രണ്ട്സ് വണ്ടി ഈ സർവീസ് ചെയ്യാൻ പോയേട്ടാ. നമ്മുടെ സുസുക്കി ബർഗ്മാൻ സ്ട്രീറ്റ് 125. അപ്പോൾ വണ്ടി ഓയിൽ ചേഞ്ചെല്ലാം ചെയ്യാനുണ്ട്. ഓക്കെ, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയേട്ടാ. എനിക്ക് പെട്ടെന്ന് ചെയ്തിട്ട് നടന്ന് വിടണം, പെട്ടെന്ന് നടന്ന് വിടണം. എന്നിട്ട് വന്നിട്ട് പണിയുണ്ട്, ആവശ്യമുണ്ട്. ഓക്കെ, അതാണ് പോകുന്നത്. ഞാൻ നേരത്തെ പോകേണ്ടതാണ്. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് എഡിറ്റിങ് വർക്കൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ചെയ്താൽ ഇതാക്കി. ബ്ലോഗ് എഡിറ്റിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പോട്ടെ, നമുക്ക് അവിടെ തിരി കാണാം. സംസാരിക്കാൻ സമയമില്ല, അതാണ്. പറ്റുമെങ്കിൽ നമുക്ക് അവിടെ നേരെ ഫിഷിനെ വാങ്ങാൻ പോകട്ടാ. കുറച്ച് മീന വാങ്ങണം, ഗപ്പി. മീനെ നോക്കണോ? 2 സക്കറിനെ വാങ്ങണം നമ്മളെ ഫിഷ് ടാങ്കിലിടാൻ വേണ്ടി. സക്കർ, പിന്നെ ഒരു 2-3 ജോഡി ഗപ്പി, 2 ജോഡി ഗപ്പിയെങ്കിലും വാങ്ങണം. നോക്കട്ടെ അവിടെ എന്താ അവസ്ഥ നോക്കട്ടെ. ഇതിപ്പം ബാങ്ക് തന്നെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരാം. നോക്കട്ടെ, ഒന്നിൻ്റെ കാര്യത്തിലൊരു ഉറപ്പില്ല. ഇതിൻ്റെ സമയം നോക്കിയിട്ട് ഇതിപ്പോൾ അവിടെ എത്തിയിട്ട് ഇപ്പം 4:10 അവിടെ എത്തിയിട്ട് എപ്പം ഫ്രീ ആവുമെന്ന് അറിയില്ല. അവിടെ നിന്ന് ഫ്രീ ആവുന്ന സമയം നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ചെയ്യാം ഇവിടെ. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കും തന്നെ ചെയ്യട്ടോ. ഞാൻ നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെന്താന്ന്, പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട്. അഷഫ് കണ്ണൂർ സെർച്ച് ചെയ്താൽ മതി. ഒന്ന് ഫോളോ ചെയ്യട്ടാ. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യും. നിങ്ങൾക്കൊന്ന് പറയാനൊക്കെ മെസ്സേജോ റീപ്ലൈ തരും കേട്ടോ. ഓക്കെ, നേരെ തലപ്പറമ്പിലേക്ക് പോകുന്നേട്ടാ. പറയാൻ മുട്ടായി, സർവീസിന് ഞാൻ തലപ്പറമ്പിലാണ് കൊടുക്കൽ, സുസുക്കിൻ്റെ. അപ്പോൾ തലപ്പറമ്പിലേക്കാണ് പോകുന്നു. അപ്പോൾ നമുക്ക് അവിടെ തിരി കാണാം കേട്ടോ, സമയമില്ല. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ തലപ്പറമ്പ് എത്തിയേട്ടാ. തലപ്പറമ്പ് സുസുക്കിൻ്റെ ഷോറൂമിൽ വണ്ടി പണിക്ക് കയറ്റി, സർവീസ് ചെയ്യാൻ വേണ്ടി കയറ്റി. വണ്ടീൻ്റെ ഓയിൽ ചേഞ്ചിൻ്റെ ടൈമായിന്. ഓയിൽ ചേഞ്ച് ചെയ്ത് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ 2 ബ്രേക്ക് പാഡും തയനിനി പോയി മാറ്റാനായി. വേറെ എന്തോ 1-2 സ്വനിയും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്ക് സമയമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് എന്നിട്ട് ബ്രേക്ക് പാഡ് ഒന്ന് മാറ്റി. ഇനിയിപ്പം ബാക്കി നമുക്ക് അടുത്താഴ്ച വന്നിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിപ്പോൾ ഒന്ന് മാറ്റിയാൽ മതി. ഒരു ബ്രേക്ക് പാഡ് മാറ്റി. ഇത് കുറച്ചോടും പ്രശ്നമൊന്നുമില്ല, പക്ഷെ തയനി. അങ്ങനെ ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് വാഷ് ചെയ്തിട്ട് എടുക്കാട്ടെ നമുക്ക്. ഇപ്പോൾ സമയം എന്നറിയാം, ഇപ്പം 5:24 വൈകിട്ട് 5:20. അപ്പോൾ ഇവിടെ പണിയെല്ലാം ഇങ്ങോട്ട് എടുക്കുമ്പോൾ സമയം ഒരുപാടാവും. ഞാനിപ്പം വേണ്ട. ഇപ്പം ഒരു ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്, ഫ്രണ്ട് മാറ്റി. അതിന് ബാക്കിൽ ബ്രേക്ക് പാഡ് മാത്രമല്ല, അതിൻ്റെ അന്ന് വേറെന്തോ സ്വനിയും കൂടെ മാറ്റണം പോലും, ബ്രേക്കിൻ്റെ തന്നെ. അവനായിക്കോട്ടെ, ഞാൻ അടുത്താഴ്ച വരാമെന്നാണ്. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ് വണ്ടീൻ്റെ പണി കഴിഞ്ഞ് കഴുകുന്നുണ്ട്. വാഷിംഗ് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ട് പോവാം. സമയം എത്രയും ആയിന്നറിയാം മക്കളെ. ഇപ്പം എത്ര സമയം എന്നറിയാം? ഇപ്പം 5:54, 6 മണിയായി. ഞാൻ വേഗം വരണം വെച്ചിട്ട് വന്നു. കാരണം പണിയുണ്ടായി, ഞാൻ വണ്ടിക്ക് പണിയുണ്ട്, അതുകൊണ്ടാണ് പിന്നെ ലേറ്റായത്. ഇവർ കൂട്ടാനായി 6 മണിയായില്ലേ, ടൈമായി, കൂട്ടാൻ ടൈമായി. എന്താ വാഷിങ്ങിലുള്ള വാഷിങ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിർത്തിട്ട് വിടാം കേട്ടോ. ഓക്കെ, ഇരുട്ടായി. സർവീസ് സെൻ്ററിൽ നിന്ന് വിട്ട് ഇങ്ങോട്ടെത്തി, എൻ്റെ നാട്ടിലെത്താനായി. വണ്ടി ഓട്ടാൻ എന്താ സുഖമെന്നറിയാം. വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടം നല്ല സുഖമാണ്. എന്നത് ഓയിൽ ചേഞ്ച് ചെയ്ത് അവർ സ്മൂത്ത്നെസ് കിട്ടുമല്ലോ, എൻജിൻ്റെ ഒരു സ്മൂത്ത് അവർ മാറ്റം തോന്നും, നമുക്ക് മനസ്സിലാവും. പിന്നെ വാഷ് ചെയ്ത് പിന്നെ ബ്രേക്കിലൊന്ന് സെറ്റാക്കി നല്ല സുഖമുണ്ട് ഓട്ടാൻ വേണ്ടി. നമ്പർ പ്ലേറ്റിൻ്റെ ഒരു കര സൗണ്ട് ഉണ്ട്, അത് ഞാൻ ഓടിച്ചിട്ട് ഇതാക്കി നോക്കട്ടെ. നമ്പർ പ്ലേറ്റിൻ്റെ ഒക്കെ ഉണ്ടോ, ഒരു പിരിവിരി ഉണ്ടോ? ആ ഒരു സൗണ്ട് ഉണ്ട്. അതിൻ്റെ 2 ടിക്ക് 2 സാധനമില്ലേ, ആ സാധനം ഇതാക്കേണ്ടി വരും.
2 ആണി പോലത്തെ സാധനമില്ലേ, ആ 2 ആണി പോലത്തെ സാധനം മാറ്റേണ്ടി വരും, അത് ഇടേണ്ടി വരും. നോക്കട്ടെ. പിന്നെ കുറേ ലൈറ്റായി. ഇപ്പോൾ 6:20 കേട്ടോ, 6:25. പിന്നെ 6:25. ഇനി നമുക്ക് അടുത്തൊക്കെ വേണ്ടി പയങ്ങളിലേക്ക് ഇട്ടാലോ? പയങ്ങളിലേക്ക് ഇടാം അല്ലേ? പയങ്ങളിലേക്ക് ഇടാം. വീട്ടിൽ പോണോ? വേണ്ട, പയങ്ങളിലേക്ക് ഇടാം മതി. ഏതായാലും വീട്ടിൽ പോയിട്ട് വരാം. വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് വരാം. മക്കളെ, ബാട്ടുപൂള അറിയാം? ബാട്ടുപൂള ഇതാണ് ബാട്ടുപൂള. എന്താ കപ്പ ചിപ്സ്, കൊള്ളിക്കേങ്ങില്ലേ, കൊള്ളിക്കേങ്ങ് കപ്പ, കപ്പൻ്റെ ചിപ്സ്. നമ്മുടെ ബാട്ടുപൂള എന്നെല്ലാം പറയും. നിങ്ങളവിടെ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിവിടെ ബാട്ടുപൂള, കപ്പ ചിപ്സ് എന്ന് പറയും, ബാട്ടുപൂള എന്ന് പറയും, പൂള എന്ന് പറയും, പൂള എന്ന് പറയും, ചിപ്സ് എന്ന് പറയും, എന്തെല്ലാം പറയും. ബാട്ടുപൂള, അങ്ങനെ ബാട്ടുപൂള എന്ന് പറയും. ചിപ്സ് എന്ന് പറയും. ചിപ്സ് എന്ന് പറയുമ്പോൾ പഴത്തിൻ്റെ ഇതില്ലേ, ചിപ്സ് ഇല്ലേ, അതിനാണ് മെയിൻ നമ്മളിവിടെ ചിപ്സ് എന്ന് പറയുന്നത്. ഇത് ബാട്ടുപൂള, കൊള്ളിപ്പൂള, ബാട്ടുപൂള തന്നെ. ഇതാ സാധനം മക്കളെ. വാവ്, ബാട്ടുപൂള ഞാൻ എടുക്കാൻ വൈകുന്നേരം ചായക്കെല്ലാം അടിപൊളിയാണ്. നിങ്ങളെന്താ ഇനി പറയുന്നത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, വീട്ടിലെത്തിയ ആൾ കൊണ്ടു തന്നെയാ. ടീഷർട്ട് മാറ്റിട്ടാ, ടീഷർട്ട് മാറ്റി. ഗോയിങ് ടു പയങ്ങാടി. ഓക്കെ.